ഒരു കാമുകനാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനാണോ, അല്ലെങ്കിൽ ഒരു വാപ്പാണോ, ഒരു എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയാൾ എൻ്റെ ദൈവമാണോ എന്ന് എനിക്കും അറിയത്തില്ല. അത്രയും എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും നോക്കി എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അത്രയും സിറ്റുവേഷനിൽ നിന്ന് എന്നെ കൈപിടിച്ച് വന്ന ഒരു വലിയൊരു മനുഷ്യനാണ്. അങ്ങനെ മെഴുകൽ നാടകവുമായി സജന താത്ത വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മെഴുകൽ എന്ന് പറഞ്ഞാണെങ്കിൽ വീണെടുത്ത് കിടന്ന് ഉരുളുകാന്ന് കേട്ടില്ലേ, ആ തരത്തിലുള്ള മെഴുകലാണ്. ഇന്നലെ മറുനാടൻ മലയാളി എന്ന് പറഞ്ഞ ചാനലിൽ പുള്ളിക്കാരി ഒരു പോഡ്കാസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പോഡ്കാസ്റ്റിനിടെയാണ് പുള്ളിക്കാരുടെ ഈ മെഴുകൽ നാടകം നടക്കുന്നത്. നിങ്ങളോട് പറയാനാണെങ്കിൽ ഏകദേശം 1 മണിക്കൂറും 47 മിനിറ്റും നീണ്ടു നിൽക്കുന്ന ഒരു പോഡ്കാസ്റ്റ് ആണ് ഇത് കണ്ടു തീർക്കാൻ ഞാൻ പെട്ട പാടെ അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. എന്തായാലും ഈ പോഡ്കാസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ സജന പറയുന്നുണ്ട് കേട്ടോ. കുറെയൊക്കെ മുമ്പ് പുള്ളിക്കാരി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. കുറച്ച് കാര്യങ്ങൾക്ക് മുമ്പ് പുള്ളിക്കാരി ഫിറോസ് ഖാനെതിരെ സ്വന്തം ചാനലിൽ ഒരു 47 മിനിറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കുറെ ഇതിലും പറയുന്നത്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പറയുന്ന ഫിറോസ് ഖാൻ 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായി റിലേഷൻഷിപ്പിന് പോയിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഫിറോസ് ഖാനും സജനയും കൂടി സംസാരിക്കുന്ന ഒരു വോയിസ് റെക്കോർഡ് സജന കേൾപ്പിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ സജനയും റസൂൽ പൂക്കുട്ടിയും തമ്മിലുള്ള അവിഹിതത്തിന്റെ കുറച്ച് ന്യായീകരണങ്ങളും പുള്ളിക്കാരി നിരത്തുന്നുണ്ട്. അതൊക്കെ മുട്ടൻ കോമഡിയാണ് മക്കളെ. അതിലേക്കൊക്കെ നമുക്ക് വരാം. അതുകൂടാതെ ദിയ സന എന്ന് പറയുന്ന ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റിനെതിരെയും ചില ആരോപണങ്ങൾ പുള്ളിക്കാരി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ഇതിനെല്ലാം അപ്പുറത്തേക്ക് പുള്ളിക്കാരി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഫിറോസ് ഖാനെതിരെ എന്റെ കയ്യിൽ ആ തെളിവുണ്ട്, ഈ തെളിവുണ്ട്, ഞാനത് നാളെ പുറത്തു വിടും, മറ്റന്നാൾ പുറത്തു വിടുന്നൊക്കെ പറയുന്നുണ്ട്. ചുമ്മാ തള്ളല് മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറച്ച് തെളിവുകൾ ഫിറോസ് ഖാനെതിരെ പുള്ളിക്കാരുടെ കൈവശം ഉണ്ടെങ്കിൽ അത് എന്നേ പുറത്തു വിട്ടേനെ അല്ലേ. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഫിറോസ് ഖാൻ ഈ പറഞ്ഞ സജനക്കെതിരെയുള്ള എല്ലാ തെളിവുകളും പുറത്തു വിട്ട് കഴിഞ്ഞു. സജനയും റസൂൽ പൂക്കുട്ടിയും സംസാരിക്കുന്ന വോയിസ് റെക്കോർഡ്, സജന റസൂൽ പൂക്കുട്ടിയോട് 3 കോടി രൂപ ആവശ്യപ്പെടുന്നതിന് വോയിസ് റെക്കോർഡ്, അതുകൂടാതെ സജനക്ക് റസൂൽ പൂക്കുട്ടിക്ക് മുമ്പ് 5-6 അവിഹിതങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഡീറ്റെയിൽസും വീഡിയോ ക്ലിപ്പ് അടക്കം ഈ പറഞ്ഞ ഫിറോസ് ഖാൻ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഫിറോസ് ഖാനെതിരെ എന്തെങ്കിലും ഒരു തെളിവ് സജനന്റെ കൈവശം ഉണ്ടെങ്കിൽ സജന അത് പുറത്തു വിടാതിരിക്കും. നിങ്ങൾ തന്നെ പറ. ഇത് ചുമ്മാ പറച്ചിൽ മാത്രമേ ഉള്ളൂ. എന്റെ കയ്യിൽ ആ തെളിവുണ്ട്, ഈ തെളിവുണ്ട്, ഞാൻ പുറത്തു വിടും എന്നൊക്കെ ഉള്ളത്. ഒന്നും പുറത്തു വിടാൻ പോടില്ല. എന്തായാലും നമുക്ക് ആദ്യം സജനയുടെ മെഴുകൽ നാടകം ഒന്ന് കണ്ടു നോക്കാം. ഈ നാടകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് സംഭവം എന്താണ് ഏതാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി സംഭവം ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചു തരാം. ബിഗ് ബോസ് മലയാളം സീസൺ 3 പങ്കെടുക്കാൻ പോയ കണ്ടസ്റ്റൻസ് ആയിരുന്നു ഈ പറയുന്ന സജനയും ഫിറോസും. ഇവര് കപ്പിളായിട്ടാണ് അങ്ങോട്ട് പങ്കെടുക്കാൻ പോകുന്നത്. അങ്ങനെ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം രണ്ടുപേരും വേർപിരിയുന്നു. ഈ വേർപിരിയുള്ള പ്രധാന കാരണമായി പറയപ്പെടുന്നത് ഈ പറഞ്ഞ സജനയ്ക്ക് റസൂൽ പൂക്കുട്ടി എന്ന് പറഞ്ഞ സിനിമ ആർട്ടിസ്റ്റുമായി അവിഹിത ബന്ധം ഉണ്ടായതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വാദപ്രതിവാദങ്ങളൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, റസൂൽ പൂക്കുട്ടിക്ക് മുമ്പേ തന്നെ ഈ പറയുന്ന സജനക്ക് 5-6 കാമുകന്മാര് വേറെയും ഉണ്ടായിരുന്നു. അതിന്റെ ഡീറ്റെയിൽസും തെളിവുകളും അടക്കം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഫിറോസ് ഖാൻ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരു തെളിവ്, വളരെ നിർണായകമായിട്ടുള്ള ഒരു തെളിവ് നിങ്ങൾ കണ്ടു കാണും. അതായത് 10 വർഷം മുന്നേ ഈ പറയുന്ന സജന ഒരു ആൽബത്തിൽ അഭിനയിക്കാൻ പോയ സമയത്ത് അതിലെ പ്രൊഡ്യൂസറുമായി സജന ഒളിച്ചോടുകയും പിന്നീട് എനിക്ക് ഫിറോസ് ഖാനെ വേണ്ട എന്നും പറഞ്ഞൊരു മുദ്രപത്രത്തിൽ എഴുതുകയും അതിനെ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഫിറോസ് ഖാൻ അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ക്ലിപ്പ് ഫിറോസ് ഖാൻ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അത് പലരും കണ്ടു കാണും. കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. നിങ്ങളൊന്ന് കണ്ടു നോക്കി. എന്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇത്രയും വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഫിറോസിനോട് ജീവിക്കാൻ. വട്ടുണ്ടോ? എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ഇറങ്ങി വന്ന് സ്വന്തം ഇഷ്ടത്തിൽ എഴുതി. എനിക്ക് നാളെ കാലത്ത് എൻ്റെ ലൈഫിൽ, നമ്മളെ ലൈഫിൽ ഒരിക്കലും ഒരു ബാധ്യത ആവില്ല ഫിറോസ്. അതിന് വേണ്ടിയിട്ട് എഴുതി. ഓക്കെ, നീ എന്തെങ്കിലും ഓക്കെ, ഇത് 10 വർഷം മുമ്പേ സംഭവിച്ച കാര്യമാണ്. ഇതിനുശേഷം പുള്ളിക്കാരി ഈ പ്രൊഡ്യൂസർ ഉപയോഗിച്ച് വീണ്ടും ഫിറോസ് ഖാൻ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്ന് കേട്ടു. ഇനി ഇതിനൊരു ന്യായീകരണം പുള്ളിക്കാരി മറുനാട് മലയാളിയിൽ കൊടുത്ത പോഡ്കാസ്റ്റിൽ നൽകുന്നുണ്ട്. മുട്ടൻ കോമഡിയാണ് മക്കളെ. നമ്മൾ തല ഒന്ന് കണ്ടോക്കാം. ഇപ്പം കണ്ടൊരു വീഡിയോ അതിനകത്ത്, ഇപ്പം ഒരു വീഡിയോ, പഴയ ഒരു വീഡിയോ വന്നുകൊണ്ട്, പണ്ടത്തെ ഒരു വീഡിയോ, അതായത് 19-20 വയസ്സിൽ 21 വയസ്സിലുള്ളത് ആ ടൈമിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇപ്പം ഫിറോസ് ഞാൻ ഒരാളുമായിട്ട് ഞാൻ ഇറങ്ങിപ്പോയി, എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതുള്ളത് തന്നെയാണ്. കാരണം എനിക്ക് ഇയാളെ വേണ്ടാന്ന് വെച്ച് ഇയാൾ എൻ്റെ അടുത്ത് കാണിച്ച വേദന തിരിച്ച് ഞാൻ മനസ്സിലാക്കാത്ത അന്നത്തെ ഒരു പൊട്ടത്തരത്തിൽ ഞാൻ കാണിച്ച പൊട്ടത്തരമാണത്. കാരണം എനിക്ക് ഇയാളെ വേണ്ടാന്നുള്ളത്, ഇയാൾക്ക് എൻ്റെ അടുത്ത് കാണിക്കുന്ന വേദന ഇയാളെ ഇട്ടിട്ട് പോകുമ്പോൾ ഇയാൾക്ക് മനസ്സിലാകണം എന്ന് പറഞ്ഞ് ഞാനൊരു ശരി, പണിഷ്മെന്റ് പോലെ കൊടുത്തതാണല്ലേ, അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ആ പ്രൊഡ്യൂസറുടെ കൂടെ ഇറങ്ങി പോയതല്ല. പണിഷ്മെന്റ് ആയിട്ട് കൊടുത്തതാണല്ലേ. ഞങ്ങൾ വിശ്വസിച്ച് കേട്ടോ. എന്നാൽ ഇത് വല്ലാത്തൊരു തരം പണിഷ്മെന്റ് ആയി പോയി കേട്ടത്. പലതരത്തിലുള്ള ഒരു പണിഷ്മെന്റ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പണിഷ്മെന്റ് കാണുന്നത്. സ്വന്തം ഭർത്താവിനോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി മറ്റൊരുത്തന്റെ കൂടെ ഇറങ്ങി പോവുക, എന്നിട്ട് ഭർത്താവിനെ വേണ്ട, എനിക്ക് അവനെ മതി എന്നും പറഞ്ഞൊരു മുദ്രപത്രത്തിൽ എഴുതുന്ന വീഡിയോ ക്ലിപ്പ് ഭർത്താവിന് അയച്ചു കൊടുക്കുക.
എന്ത് തരം സ്വീറ്റ് ആയിട്ടുള്ള റിവെഞ്ച് അല്ലേ? നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു റിവെഞ്ച്? അത് ഇവിടെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അതാണ് നമ്മുടെ സജന താത്തന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ബാക്കി കേട്ടോക്കെ എന്തായാലും അടുത്ത് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ വീട്ടുകാർ അവരുടെ കുഞ്ഞുമായെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുമ്മ ഞാനിങ്ങനെയാണ്. അവരുടെ അനിയൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, ഫിർദോസ് എന്ന് പറഞ്ഞ അനിയൻ്റെ അടുത്ത് വിളിച്ച് ഞാൻ പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു കാര്യമാണ്, എനിക്ക് മടുത്തു. പക്ഷേ പണി ഞാൻ തിരിച്ചു കൊടുക്കും. എന്നെ വേദനിപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അയാളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് ഞാനാണ് അയാളെ വിളിച്ചിട്ട് ഈ വീഡിയോ ഇട്ട് കൊടുക്കുന്നതും ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇട്ട് ഇയാളെ ടോർച്ചർ ചെയ്യുമായിരുന്നു. സത്യം പറഞ്ഞാൽ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മാരേജ് ചെയ്ത് എനിക്ക് വേണ്ട, നിങ്ങൾ ഇറങ്ങിപ്പോ. അപ്പോൾ പറഞ്ഞു സച്ചിൻ സത്യമായിരുന്നു ഒരാളുടെ കൂടെ പോയി. അല്ല, അത് ഞാൻ പറഞ്ഞില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവിടുത്തെ ഒരു മണ്ടത്തരം നമ്മുടെ ലൈഫിൽ വേണ്ടാന്ന് വെച്ച് ഞാൻ പോയത് തന്നെയാണ്. അത് വേണ്ടാന്ന് വെച്ച് ഞാൻ പോയത് തന്നെയാണ്. അത് ഞാൻ ഇല്ലാന്ന് ഒരിക്കലും ഇല്ലില്ല. അത് പോയി ഒരു മാസം തന്നെ പുള്ളിക്കാരൻ വിളിച്ച് കരച്ചിൽ പിടിച്ചിൽ വർക്ക് പറഞ്ഞപ്പം ഞാൻ ഇവന്റെ റിവെഞ്ച് മൈൻഡിൽ, അതായത് ഇവൻ എൻ്റെ അടുത്ത് കാണിച്ചതിന്റെ ഒരു ക്രൂക്കഡ് മൈൻഡിലാണ് ഞാൻ. സജിനെ ഇങ്ങനെ ഇയാളെ ഉപേക്ഷിച്ചു മറ്റൊരാളുടെ കൂടെ ജീവിതമല്ല, ജീവിക്കാനല്ല, ഇവനുള്ളൊരു പണിഷ്മെന്റ് പോലെ. അതെ, ജീവിക്കാനല്ല കേട്ടോ, ഭർത്താവിന് പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവന്റെ കൂടെ ഇറങ്ങിപ്പോയത്. ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇനി ആരാണ് സജിനെ പറഞ്ഞ് പൊട്ടന്മാരാക്കാൻ നോക്കുന്നത്? ഇനി ഒരു കഥ ഒന്ന് പറയുമ്പോഴേക്കും എല്ലാവരും അങ്ങ് വിശ്വസിക്കുന്നു കരുതിയോ? പറയുന്നതിനൊക്കെ ഒരു ലോജിക്ക് വേണ്ടേ? സ്വന്തം ഭർത്താവിന് പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടി ലോകത്ത് ആരെങ്കിലും വേറൊരുത്തന്നെ കൂടെ ഒളിച്ചോടോ? എനിക്കറിയില്ല കേട്ടോ. എന്തായാലും കൊള്ളാം നിന്റെ മെഴുകലും. ബാക്കി പറഞ്ഞു. അദ്ദേഹം അത് അങ്ങ് ക്ഷമിച്ചോ അങ്ങനെ പോയത്? ഫിറോസ് കരഞ്ഞു വിളിച്ചിട്ട് എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല സജന, നീ ഒരിക്കലും അങ്ങനെ നീ പോകരുത്, നമ്മളെ കുഞ്ഞുങ്ങളെ ഓർക്കണം. ഞാൻ പറഞ്ഞു ഈ കുഞ്ഞുങ്ങളെ ഒന്നും നിങ്ങൾ ഓർത്തിട്ടില്ലായിരുന്നോ? അതിന്റെ കുറെ കട്ട് ചെയ്തുള്ള വോയിസ് റെക്കോർഡാണ് ഫിറോസ് ഇപ്പൊ ഇട്ടിരിക്കുന്നത്. കട്ട് ചെയ്തുള്ള ഫുൾ ധൈര്യം ഉണ്ടെങ്കിൽ ഫുൾ ഇടാൻ പറവൻ. അവൻ കരഞ്ഞു ഷൂട്ട് ചെയ്ത് കൊടുത്തതാണ്. അത് തന്നെ, അവിടുന്ന് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ എനിക്ക് ഇവനെ വേണ്ട, എന്റെ സ്വന്തം ഇഷ്ടത്തിൽ ഇറങ്ങി വരിക എന്ന് പറഞ്ഞൊരു സാധനം ക്രിയേറ്റ് ചെയ്ത സാധനം, ഒരു വീഡിയോ ആണ് അവൻ ഇട്ടു. ഈ സാധനം നമ്മൾ അറിയുന്നുണ്ടോ? ഇവനെ വേദനിപ്പിക്കാൻ ഇവന് മനഃപൂർവ്വം ഇട്ടുകൊടുത്ത സാധനമാണത്. അല്ല, ഈ നമ്മൾ ഈ മനഃപൂർവ്വം ഇട്ടുകൊടുത്തു എന്ന് പറയുന്നത് പ്രതികാരം ചെയ്യാം. ഇതൊരു വിചിത്രമായ പ്രതികാരമായി പോയല്ലോ. അല്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയത്തില്ല ഏട്ടാ, എന്താ പറയുക, അതാ ഞാൻ പറഞ്ഞത്, നമ്മളുടെ പൊട്ട ബുദ്ധിയിൽ തോന്നുന്ന പൊട്ടത്തരം തോന്നിക്കുന്ന നമ്മളെ തന്നെ ഇല്ലാതാക്കിയിട്ട് നമ്മൾ പറയുന്നത് തരുന്ന വഴി തന്നെ തിരിച്ചു പണി കൊടുക്കുക എന്നുള്ള സാധനത്തിലാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകണമെങ്കിൽ നമുക്ക് വേറൊരാളുടെ കൂടെ പോകണമെങ്കിൽ ആ ആളുമായിട്ടൊരു റിലേഷൻ, ഒരു അഫയർ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഷോർട്ട് ഫിലിമിന്റെ കാര്യത്തിൽ പോയപ്പം ആക്ച്വലി നമ്മൾ ഈ പറയുന്ന കണക്ക് നമുക്ക് കുറെ ക്രൂരത നമ്മളടുത്ത് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരാളുടെ അറ്റാച്ച്മെന്റ് തോന്നും. അതെ, ആ അറ്റാച്ച്മെന്റിന്റെ പുറത്ത് ആൾ കൂടെ അങ്ങ് ഇറങ്ങിപ്പോയി, ഒളിച്ചോടിപ്പോയി. അതാണ് അവിടെ ഉണ്ടായത്. അല്ലാതെ ഇവിടെ റിവെഞ്ചും പണിഷ്മെന്റും ഒന്നുമല്ല. ഇവിടെ സ്വന്തം ഇഷ്ടപ്രകാരം മറ്റൊരുത്തന്റെ കൂടെ ഇറങ്ങി പോയതാണ്. അവസാനം അവനെ മടുത്തിട്ട് ഭർത്താവിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നു. എന്നിട്ട് അതിനൊരു ന്യായീകരണമായിട്ട് പറയാണ്, എന്റെ ഭർത്താവിനെ ഞാൻ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണ്, പണിഷ്മെന്റ് ആയിട്ട് ചെയ്തതാണ്, പ്രാങ്ക് കൊടുത്തതാണെന്നൊക്കെ. ഏതാ ടീം ഇഷ്ടം? ബാക്കി പറഞ്ഞായിരുന്നു. അത് സ്വാഭാവികമാണ്. കാരണം ഇവിടുത്തെ ക്രൂരതയും ഇങ്ങനെയുള്ള കാര്യങ്ങളും വരുമ്പം എൻ്റെ കൊച്ചു പ്രായമാണ്. അന്നത്തെ പ്രായത്തിൽ പൊട്ടത്തരത്തിൽ നമ്മൾ ചിലപ്പം ആരെങ്കിലും പഞ്ചാരവാക്ക് പറഞ്ഞാൽ നമ്മൾ വീണു പോകും. ഓക്കെ, അപ്പൊ അങ്ങേരുടെ പഞ്ചാരവാക്കിൽ നീ വീണുപോയി, അത് നീ സമ്മതിച്ചല്ലോ. അതിന് പിന്നാലെയാണ് നീ ഇറങ്ങിപ്പോയതും. അതാണ് സത്യാവസ്ഥ. അല്ലാണ്ട് പണിഷ്മെന്റും കുണിഷ്മെന്റും ഒന്നും അല്ലത്. പക്ക മറ്റൊരുത്തന്നെ കൂടുതൽ ഒളിച്ചോട്ടോ, അത്ര മതി. ഓവർ ഡെക്കറേഷൻ ഒന്നും വേണ്ട കേട്ടോ. ബാക്കി പറഞ്ഞാലും അല്ലല്ല, മലപ്പുറം ഏരിയയിലായിരുന്നു. ഓ ശരി. അത് അങ്ങനെ ഒരു നിങ്ങൾ അങ്ങനെ പോയെങ്കിൽ വേറൊരു ഉടനെ തന്നെ തിരിച്ചു പോന്നു. ആ ടൈമിൽ തന്നെ ഫിറോസ് ഖാൻ ഇതെല്ലാം ഇട്ട് കൊടുത്തപ്പോൾ തന്നെ തിരിച്ചു പുള്ളിക്കാരനും കരഞ്ഞു വിളിച്ചു. എനിക്ക് പുള്ളി തന്നെയാണല്ലോ അപ്പോഴും. അപ്പൊ ഈ കൂടെ വന്നയാളോ? അല്ല, അതൊക്കെ നമ്മൾ പ്ലാൻഡ് ആയിരുന്നു. എല്ലാവരും അതെല്ലാം പ്ലാൻഡ് ആയിരുന്നു ഗൈസ്, പ്രാങ്ക് ആയിരുന്നു ഗൈസ്. എന്റെ ഭർത്താവിനെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു ഗൈസ്. നിങ്ങൾ എല്ലാരും പറഞ്ഞത് വിശ്വസിച്ച് കാണുമല്ലോ അല്ലേ? ബാക്കി പറഞ്ഞല്ലോ. എല്ലാവരും ഇങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. എന്നിട്ടും പുള്ളിക്കാരൻ ആക്ച്വലി എന്റെ ഒരു പ്രതികാരത്തിന് വേണ്ടി നിങ്ങൾ അഭിനയിച്ചു എന്നാണോ? അല്ലല്ല, ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരനും എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹം, പുള്ളിക്കാരൻ അങ്ങ് സീരിയസ് ആവുന്നുണ്ടായിരുന്നു. അതെ, പുള്ളിക്കാരൻ സീരിയസ് ആണെങ്കിലും ഞാൻ വെറുതെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. അല്ലാതെ എനിക്ക് ഇറങ്ങിപ്പോയ ആളോട് പ്രത്യേകിച്ച് ഇമോഷൻസ് ഒന്നുമില്ല. മൂപ്പർക്ക് എന്നോടൊരു പ്രണയം ഉണ്ടായി. ആ പ്രണയം മുതലാക്കി എന്റെ ഭർത്താവിന് ഒരു പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ മൂപ്പര് കൂടെ ഇറങ്ങിപ്പോയി. അതാണ് ശരിക്കും സംഭവിച്ചത്. ഇതൊക്കെ ഞങ്ങൾ സ്ക്രിപ്റ്റായി ചെയ്തതാണ്. എന്തോ നാടേ ഇതൊക്കെ. പറയുന്നതിനൊരു ലോജിക്ക് വേണ്ടേ? ന്യായീകരിച്ചോ, പക്ഷെ വീണെടുത്ത് കിടന്ന് ഉരുളാൻ നിൽക്കരുത്. ഇത് അതിനപ്പുറമാണ്. ഇവിടൊക്കെ വിചാരം എന്ത് പറഞ്ഞാലും നമ്മൾ അതെടുത്ത് വിശ്വസിക്കുന്നുള്ളതാണ്. ആ ലെവൽ നമ്മൾ തട്ടി വിടാൻ ഒരു കഥ. ഭർത്താവിന് പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടി ഒളിച്ചോടിയതാണെന്നൊക്കെ കഷ്ടം. ബാക്കി പറഞ്ഞാലും പക്ഷെ എന്റെ മനസ്സിൽ എനിക്ക് റിവെഞ്ച് ആയിരുന്നു പുള്ളിക്കാരൻ. നമ്മൾ ശരിക്കും അയാളെ പറ്റിച്ചതാണോ? ശരിക്കും പറഞ്ഞാൽ അതും വേണമെങ്കിൽ പറയാം. അങ്ങനെ കറക്റ്റ് പറഞ്ഞു, ഞാൻ അയാളെ പറ്റിച്ചു. അതാണ് സംഭവിച്ചത്. കുറച്ച് കാലം അയാളുടെ കൂടെ കഴിഞ്ഞപ്പോൾ നിനക്ക് തോന്നാൻ തുടങ്ങി ഫിറോസ് ഖാൻ ഏറ്റവും ബെറ്റർ, അതുകൊണ്ട് നീ നേരെ ഫിറോസ് ഖാൻ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നു. അതാണ് അവിടെ സംഭവിച്ചത് അല്ലേ? ബാക്കി പറഞ്ഞാലും എനിക്ക് പുള്ളിയെടുത്തുള്ള പ്രതികാരം നീട്ടാൻ ഒരാളെ ഉപയോഗിച്ചു തന്നെ വേണമെങ്കിൽ പറയാം. അയാളിപ്പോ അറിയാമോ എവിടെ ഉണ്ടെന്ന് എന്താണെന്ന് ഒന്നുമില്ല. അവര് നമ്മൾ അതെല്ലാം വിട്ട കാര്യം. അതിന്റെ പേര് കേസോ വഴക്കോ ഒന്നുമില്ല. എന്ത് കേസ്? അയാൾ എന്ന് പറഞ്ഞ് സജനക്കെതിരെ കേസ് കൊടുക്കും? എന്റെ കൂടെ എളിച്ചോടി പോയ പെണ്ണ് മാനസാന്തരം വന്ന് തിരിച്ച് ഭർത്താവിന്റെ അടുത്തേക്ക് തന്നെ പോയെന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുക്കേണ്ടത്. അവിടെ കേസ് കൊടുക്കാനുള്ള വകുപ്പൊന്നും ഇല്ലെന്ന്. ഇവിടെ അവന്റെ കൂടെ ഇറങ്ങി വന്നു, ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ നൈസായിട്ട് തേച്ചിട്ട് ഭർത്താവിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോയി. അത്രേ ഉള്ളൂ. ഇതിൽ കേസ് കൊടുക്കാനുള്ള വകുപ്പൊന്നും ഇല്ല. ഇനി ഇതെല്ലാം
കഴിഞ്ഞ് സജിൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഫിറാസ് ഖാൻ വെറുതെ വീട്ടിൽ കുത്തിരിപ്പാണ്, ഒരു പണിക്കും പോകത്തില്ല. ഞാനായിരുന്നു ആ സമയങ്ങളിലെല്ലാം പണിക്ക് പോയി കുടുംബം നോക്കിയിരുന്നത്. കുഞ്ഞുങ്ങളുടെ ചെലവ് പോലും പുള്ളിക്കാരി മര്യാദക്ക് നോക്കത്തില്ല. അതുകൂടാതെ മൂപ്പർക്ക് എപ്പോഴും എന്നെ സംശയരോഗമാണ്. പണ്ട് നമ്മൾ രണ്ടാളും ബിഗ് ബോസിൽ പോയ സമയത്ത് അവിടെ വെച്ച മണിക്കുട്ടൻ എനിക്കൊരു ആപ്പിൾ കഴിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ആപ്പിൾ കടിച്ചപ്പോൾ മൂപ്പർ എന്നെ ചോദ്യം ചെയ്തു. അങ്ങനെ പുള്ളിക്കാരൻ ഒടുക്കത്തെ സംശയരോഗമാണെന്നൊക്കെ പുള്ളിക്കാരി ഇങ്ങനെ തുടർന്ന് പറയുന്നുണ്ട്. എന്നാലും പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞു പോകുന്നതിന്റെ ഇടയ്ക്ക് ഇന്റർവ്യൂ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാണ്, ഇപ്പൊ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ ഫിറോസ് ഖാൻ സജിനെയും റസൂൽ പൂക്കുട്ടിയും തമ്മിൽ സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ലീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ സജിനെയും റസൂൽ പൂക്കുട്ടിയും സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പ് എങ്ങനെ ഫിറോസ് ഖാന്റെ കയ്യിൽ കിട്ടിയെന്നുള്ളൊരു ചോദ്യം ഇവിടെ ഇന്റർവ്യൂ ചോദിക്കുന്നുണ്ട്. അതിനുള്ള സജിനുള്ള മറുപടി നമുക്ക് കേട്ടോക്കാം. റസൂലുമായിട്ടുള്ള പൂക്കുട്ടിയായിട്ടുള്ള ആ ഒരു സംഭാഷണം, അത് നിങ്ങൾ തമ്മിൽ നടത്തിയ സംഭാഷണമാണല്ലോ, അതെങ്ങനെ ഇദ്ദേഹത്തിന്റെ കൈ ചെന്നത്? ചേട്ടാ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ചൊരു ആൾക്കാരെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഉള്ളിലോടെ, ഒന്നാമത്തെ കാര്യം ഞാൻ ഇങ്ങനെ നല്ലത് ഏതാ ചീത്തയെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തിരഞ്ഞെടുക്കാൻ എനിക്ക് അറിയത്തില്ല. അങ്ങനെ കുറേ അബദ്ധവശം ഞാൻ പോയി വീണിട്ടുമുണ്ട്, അബദ്ധത്തിൽ ഞാൻ പോയി വീണിട്ടുമുണ്ട്. കാരണം ഇങ്ങനെ കുറേ പൊട്ടത്തരത്തിൽ ഞാൻ പോയി വീണിട്ടുണ്ട്. ഈ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു ആൻ മേരിയ. ദിയാസന ബെസ്റ്റ് ഫ്രണ്ട് എന്നല്ല, ഒരു ഫ്രണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്നെ ഈ കാണുന്ന ഫ്രണ്ട്സിനോടെല്ലാം ഞങ്ങൾ ഭയങ്കരമായിട്ട് സംസാരിക്കും. ആരോട് ഏത് ഫ്രണ്ട് കിട്ടാലും ഞാൻ അവരുടെ എല്ലാ കാര്യങ്ങളും പറയും. ഓപ്പണായിട്ട് പറയുന്ന ഒരാളാണ് ഞാൻ, ഒന്നും മനസ്സിൽ വെച്ച് നിൽക്കത്തില്ല. അങ്ങനെ ആൻമേരിക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കാര്യങ്ങളെല്ലാം അറിയാം. ഞങ്ങൾ തമ്മിൽ ഇപ്പം ഒരു ലവേഴ്സ് ആവട്ടെ, ഒരു ഫാമിലി ആവട്ടെ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് ആവട്ടെ, വഴക്കുണ്ടാകുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പല ആർഗ്യുമെൻറ്റ്സും വരും. അത് തികച്ചും പേഴ്സണൽ ആയിരിക്കും. ചിലപ്പം ചീത്ത വിളിക്കുമായിരിക്കും, ചിലപ്പോൾ അനാവശ്യങ്ങൾ പറയുമായിരിക്കും, അഗ്ലി സംസാരങ്ങൾ പോലും സംസാരിക്കേണ്ട സിറ്റുവേഷൻസ് വരും. അതൊക്കെ ശരി തന്നെ. പക്ഷെ അങ്ങനെ സംസാരിക്കുന്ന കാര്യങ്ങൾ വോയിസ് റെക്കോർഡ് ചെയ്തൊരു തേർഡ് പേഴ്സൺ അയച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ചെറ്റത്തരമാണ്. ചെറ്റത്തരം എന്നല്ല, അതിന്റെ തന്തയില്ലായ്മ എന്നാണ് വിളിക്കേണ്ടത്. ഇവിടെ സജന ചെയ്തത് അമ്മാതിരി പരിപാടിയല്ലേ. നിങ്ങളും റസൂൽ പൂക്കുട്ടിയും തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞ വഴക്കായി, സ്വാഭാവികം. അങ്ങനെ വഴക്കാവുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത പരിപാടി എന്താണ്? അത് റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ദിയാസനക്കും അതുപോലെ തന്നെ ആൻ മരിയക്കും അയച്ചു കൊടുത്തു. അവരെന്താക്കി, അതെടുത്ത് ഫിറോസ് ഖാൻ അയച്ചു കൊടുത്തു. ഫിറോസ് ഖാൻ അതെടുത്ത് പുറത്തു വിട്ടു. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇതിനെല്ലാം മൂല കാരണക്കാരി ആരാണ്? നിങ്ങൾ തന്നെയാണ്. ആരെങ്കിലും പറഞ്ഞത് റെക്കോർഡ് ചെയ്ത് ഇവർക്ക് അയച്ചു കൊടുക്കാൻ മനുഷ്യന്മാരായ ലേശം ബുദ്ധിയും ബോധവും വേണം. പ്രായം മാത്രമേ ഉള്ളൂ. മെച്യൂരിറ്റി എന്ന് പറയുന്ന സാധനം തലയിൽ തൊട്ട് തീണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും ബാക്കിയോട് പറ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ ഞങ്ങളെ തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള ഒരു വോയിസ് റെക്കോർഡാണ് ഇപ്പം ആൾക്കാരിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അത് അങ്ങനെയുള്ള ഒരു വോയിസ് റെക്കോർഡ് പുറത്ത് കൊടുക്കാമോ? അതെ, അതാ ഞാൻ പറഞ്ഞു വന്നത്. അത് ഞാൻ കൊടുത്തതല്ലാതെ പിന്നെ നിങ്ങളുടെ ഫോണിൽ കയറി വേറെ ആരെങ്കിലും ലീക്ക് ആക്കിയതായിരിക്കും അല്ലേ? മറ്റേ പാട്രിയോട്ട് സിനിമയിലെ പോലെ നിങ്ങളുടെ ഫോണിൽ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ അറിയാതെ നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വേറെ ഒരുത്തരും പകർത്തിയെടുത്തിട്ടുണ്ടാകും. അല്ല, ചിലപ്പോൾ നിങ്ങൾ അങ്ങനെയും പറയാൻ പറ്റൂല. വേറെ ഒരുത്തരുമായി അവിഹിതത്തിന് പോയി ഒളിച്ചോടിയിട്ട് അത് ഭർത്താവിനെ പറ്റിക്കാൻ വേണ്ടി ഞാൻ സ്ക്രിപ്റ്റഡ് നാടകം കളിച്ചതാണെന്ന് പറഞ്ഞ പെണ്ണല്ലേ നീ ഇതല്ലേ ഇതിനപ്പുറവും പറയും. ബാക്കി പറ, എന്തായാലും നല്ല രസമുണ്ട് കേൾക്കാൻ. അല്ല, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ ആൻമേരിയ എന്ന് പറഞ്ഞ പുള്ളിക്കാരിക്കും ദിയ എന്ന് പറഞ്ഞ സ്ഥലത്തും ഞങ്ങളുടെ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളും ഇക്കായി ഞാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പം സോൾവ് ചെയ്യാൻ ഇവരൊക്കെ ആയിരുന്നു ഇടയ്ക്ക് നിൽക്കുന്നത്. ചെറിയ കുഞ്ഞു പ്രശ്നങ്ങൾ വരുമ്പോൾ ഫ്രണ്ട്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുക. അല്ലല്ല, റസൂലുക്കായിട്ടുള്ള പ്രശ്നത്തിലും ഞങ്ങൾ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ. അഫെയർ അല്ല ചേട്ടാ, എനിക്ക് ഇപ്പോഴും ഞാനത് പറഞ്ഞ എനിക്ക് അറിഞ്ഞൂടാ പുള്ളി എനിക്ക് ആരാണെന്ന് ചോദിച്ചാൽ എനിക്കത് അതിനൊരു ഇതില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരു വീഴ്ചയിൽ എന്നെ കൈ പിടിച്ച് കയറ്റിക്കൊണ്ട് വന്ന റസൂൽ പൂക്കുട്ടി ആരാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ അതെനിക്ക് അറിയില്ല. എനിക്ക് അതിന് പറയാൻ വാക്കുകളില്ല. മറ്റേ മമ്മൂട്ടിന്റെ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്റെ ഭാര്യയാണ് മേഴ്സി, എന്റെ അമ്മയാണ് മേഴ്സി, എന്റെ സഹോദരിയാണ് മേഴ്സി എന്ന് പറഞ്ഞ പോലെയാണ്. എന്റെ കൺകണ്ട ദൈവമാണ് റസൂൽക്ക, എന്റെ ഭർത്താവാണ് റസൂൽക്ക, എന്റെ കാമുകനാണ് റസൂൽക്ക, എന്റെ എല്ലാമാണ് റസൂൽക്ക അല്ലേ? എന്തായാലും എനിക്കൊരു വീഴ്ച വന്ന സമയത്ത് എന്നെ കൈ പിടിച്ച് ഉയർത്തി കൊണ്ടുവന്ന വ്യക്തിയാണ് റസൂൽക്ക എന്നൊക്കെ ഇവള് പറയുന്നുണ്ടല്ലോ. അതെങ്ങനെയാണെന്നുള്ളത് പുള്ളിക്കാർ വിശദീകരിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ സമയത്ത് സജിനക്ക് തീരെ വർക്ക് കിട്ടാതായി. അങ്ങനെ സജിനക്ക് ദുബായിൽ ഒരു ക്ഷണം വരികയാണ്. ദുബായിലെ ബാറുകളിൽ ഗസ്റ്റ് ആയി പോയി കഴിഞ്ഞാണെങ്കിൽ നല്ല പൈസ കിട്ടും, മറ്റേ രേണുസുതിക്ക് പോകുന്ന പോലെ. അപ്പൊ അങ്ങനെ ഒരു ഓഫർ വന്ന സമയത്ത് സജിന എന്താക്കി, അത് നിരസിച്ചില്ല. നേരെ ദുബായിലേക്ക് ടിക്കറ്റ് എടുത്ത് ദുബായിലേക്ക് ഫ്ലൈറ്റ് കയറി. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് സജിന താൻ പെട്ടു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അവിടെ ഗസ്റ്റ് ആയിട്ടല്ലായിരുന്നു സജിനെ കൊണ്ടുപോയത്, പിന്നെ എന്തിനായിരുന്നു? അവിടേക്ക് കള്ളു കുടിക്കാൻ വരുന്ന ആളുകൾക്ക് ഒരു കാഴ്ചവസ്തുവായിട്ട് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അവർക്ക് കിടപ്പറ പങ്കിടാൻ വേണ്ടി, വില പേശാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് തന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ആളാണ് റസൂൽക്ക എന്നൊക്കെയാണ് പുള്ളിക്കാർ പറയുന്നത്. അതിനെക്കുറിച്ച് പുള്ളിക്കാർ പറഞ്ഞതെന്ന് കേട്ടോക്കാം. എന്നെ ഫോട്ടോ വെച്ചിട്ട് ചേട്ടാ ഇപ്പോഴും ദുബായിൽ എന്നെ ഇത്ര രൂപയ്ക്ക് വെച്ച് കിട്ടും എന്നുള്ള രീതിയിൽ എൻ്റെ ഫോട്ടോ വെച്ച് അവിടെ പ്രചരിപ്പിച്ചു തുടങ്ങി. ഇവള് ബിസിനസ് ചെയ്യുവാണ്, എന്നെ കൊണ്ടുവച്ചിട്ട് ഇവളാണ് ബിസിനസ് ചെയ്യുന്നത്, എത്ര രൂപയ്ക്ക് എന്നെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് താരമായതുകൊണ്ട് എന്നെ കിട്ടും എന്നുള്ള രീതി. ഇത് ഞാൻ അറിയുന്നത് പോലും ഇല്ല. പൊട്ടി. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഷോപ്പ് വിസിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ പോകുമ്പോൾ ഇതാണ് എനിക്ക് അറിഞ്ഞൂടാ. പോയി അവിടെ ഇരിക്കുക, വരുക,
ഒന്നുമില്ല, നമ്മൾ നല്ല ഡ്രസ്സിൽ തന്നെ പോയിരിക്കുന്നത്, നമ്മൾ അവിടെ പോയിട്ട് ഒന്നും ചെയ്യണ്ട, അവിടെ പോയി ഇരുന്നാൽ മതി. അപ്പം അവർ എല്ലായിടത്തും പോയി ചിലവരൊക്കെ മറ്റേ വൈനൊക്കെ മേടിച്ചുകൊണ്ട് വരും. നമ്മളവിടെ നമുക്കൊരു കോക്ടെയിൽ പോലെ മറ്റേ ഈ ജ്യൂസ് പോലത്തെ ഒരു സാധനം നമ്മളെ കൊണ്ട് വെക്കും. നമ്മളവിടെ ഇങ്ങനെ ഇരിക്കും. ഞാൻ മറ്റേ മന്ദബുദ്ധികളെ പോലെ അവിടെ ഇരുന്ന് ഇവരും എൻ്റെ കൂടെ കാണും. ഞാനിരുന്ന് ഓക്കെ, ഇതാണ് എൻ്റെ അവിടുത്തെ ഇത്. അത് കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ പേരിങ്ങനെ അതാവെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരിയെ വിളിച്ച് എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകൾ, അവിടുത്തെ കുറച്ച് ഫ്രണ്ട്സുകൾ പറഞ്ഞു, ഈ കൊച്ചിനെ ഇവിടുന്ന് കൊണ്ടുപോയിക്കോ, അവളൊരു പൊട്ടിപ്പെണ്ണ, ഇനി നെക്സ്റ്റ് ചിലപ്പോൾ ഇവളെ കൈവിട്ട് പോകും. അതായത് ഭയങ്കര ഇല്ലീഗലായിട്ടുള്ള നടക്കുന്ന സ്ഥലത്തല്ലേ എന്നെ കൊണ്ടുപോവാം. അപ്പം നേരെ തിരിച്ച് എന്തെങ്കിലും പ്രതികരിക്കുന്നതാണെങ്കിൽ പ്രതികരിച്ചിട്ടുമുണ്ട്, ഞാൻ പ്രതികരിക്കും. പക്ഷെ അങ്ങനത്തുള്ള എന്നെ ഒരിക്കലും യൂസ് ചെയ്തിട്ടില്ല. ദൈവ സത്യം, ഇനി പറയും ഞാൻ അങ്ങനെ പോയി പേഴ്സെന്ന് പറയും. എൻ്റെ മക്കൾ സത്യം, എൻ്റെ മോൾ സത്യം, ഒരിക്കലും ഒരുത്തന്നെ എന്നെ തൊടാനോ വൃത്തിയുടെ രീതിയിലൊന്നും വന്നില്ല. പക്ഷെ ആ സിറ്റുവേഷനിലോട്ട് ആയി വരുമായിരുന്നു. എന്നെ വെച്ചിട്ട് ബിസിനസ് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു അവിടെ. അപ്പോഴത്തേക്ക് പുള്ളിക്കാരി ഓടി, ഇതറിഞ്ഞ് പുള്ളിക്കാരിയുടെ പൈസ എടുത്ത് പുള്ളിക്കാരി അവിടെ ഓടിയെത്തി എന്നെ. ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ എനിക്ക് അവരെയും കൂടി ഇപ്പോൾ ഇതിനകത്ത് പിടിച്ചിട്ടിരിക്കും കേട്ടാ. അവരില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ പിഴച്ചവളായിട്ട് ജീവിച്ചേനെ. അല്ലെങ്കിൽ ഞാൻ വെറും മറ്റേ നമ്മൾ എങ്ങനെ ജീവിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടെ. ചിലപ്പം എനിക്കറിയത്തില്ല, എൻ്റെ അവസ്ഥ എന്താണെന്ന് പോലും അറിയത്തില്ല. കാരണം അറിയാൻ വയ്യാത്ത ലോകത്ത് പോയി എന്താ പെട്ടുപോകുന്ന സംഭവങ്ങളാണ് ചില പെണ്ണുങ്ങൾ പോയി പെട്ടുപോകുന്നതെന്ന് പറയുന്ന കണക്ക് പെട്ടുപോയേനെ ഞാൻ. അവിടുന്ന് എന്നെ ഈ പുള്ളിക്കാരി വന്നിട്ട് ഈ പുള്ളിക്കാരൻ്റെ അടുത്ത് റസൂൽക്കാരത്തൊക്കെ വിളിച്ച് പറയുന്നു, ഇവരെല്ലാവരും കൂടെയാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് അവിടുന്ന് കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മുടെ സജനത്താത്തക്ക് റസൂൽക്കാരുടെ ഒരു പ്രണയം തോന്നുന്നത്. എങ്ങനെ തോന്നാതിരിക്കും? സജനത്താത്ത ദുബായിൽ പെട്ട് നിൽക്കുന്ന സമയത്ത് സജനത്താത്തിനെ രക്ഷിച്ച ആളല്ലേ, അപ്പൊ പ്രണയമൊക്കെ തോന്നുന്ന സ്വാഭാവികം. അങ്ങനെ സജനത്താത്ത എന്താക്കി, റസൂൽക്കയുമായി കൂടുതൽ അടുത്തു. അവര് തമ്മിൽ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ തുടങ്ങി. അങ്ങനെ ആ ബന്ധം വളർന്നു വലുതായി സജനത്താത്ത ഗർഭിണിയാവുന്ന അവസ്ഥയിലേക്ക് വരെ എത്തി എന്നുള്ളതാണ്. കേട്ടിരിക്കാൻ എത്ര മനോഹരമായിട്ടുള്ള സ്റ്റോറി അല്ലേ. ബാക്കി പറ സജനത്താത്ത എന്തായാലും. ഭയങ്കര ചേട്ടൻ എന്നെ വിളിച്ച് നല്ല പ്രൊട്ടക്ഷനും നല്ലൊരു കെയറിങ്, അതായത് നമ്മൾ പോയ ഒരു വൃത്തികെട്ട കുഴിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്ന ഒരു വ്യക്തിയാണ്. കാരണം അതിനുവേണ്ടി പൈസ ചെലവാക്കി ഒരു കുഴിയിൽ നിന്ന് തന്നെ വേണം പറയാം, അത്രയും വലിയൊരു കുഴിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്ന. പിന്നെ എൻ്റെ മെന്റൽ സപ്പോർട്ടിംഗ് ആയിട്ടൊക്കെ ഇവർ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല തിക്ക് ഫ്രണ്ട്സ് ആയി ഞങ്ങൾ. കുറേ കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ എന്ത് വന്നാലും ഞാൻ അങ്ങോട്ട് പറയും, എങ്ങനെയാണ് എന്ത് ചെയ്യണം എന്ന് വെച്ച് എനിക്ക്. അതായത് ചേട്ടാ, ഞാൻ അതിനുശേഷം ഒരു വർഷം വർക്കില്ലാതെ ഇരുന്നിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഫീസ്, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ വീട്ടു ചെലവ് എല്ലാം അയാൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ദൈവ തുല്യമാണ് എനിക്ക് അയാൾ. കാരണം പുള്ളിക്കാരൻ എനിക്ക് ചെയ്തിട്ടുള്ള ഹെൽപ്പ്, കാരണം ഒരു പടുക്കുഴിയിൽ പോയി വീഴാൻ പോയ ഒരു കുട്ടിയെ പിടിച്ചുയർത്തി എണ്ണിച്ചിട്ട് വന്നതിൻ്റെ ശിക്ഷയാണ് ഇപ്പം വന്നത് പുള്ളിക്കാരന്. അതെ, ഇത് വല്ലാതൊരു ശിക്ഷ ആയി പോയി. ഇവിടെ ഇതിന് മാത്രം എന്ത് തെറ്റാണ് റസൂൽക്ക് ചെയ്തത്? നിങ്ങൾ തന്നെ പറ. ദുബായിൽ പെട്ടുകിടക്കുന്ന ഒരു പെണ്ണിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു, അവൾക്ക് ചെലവും കൊടുത്തു, അവളുടെ മക്കളുടെ സംരക്ഷണം എല്ലാം ഏറ്റെടുത്തു, അവസാനം അവൾക്ക് ഒരു ഗർഭം ഉണ്ടാക്കി കൊടുത്തു. ഇതിലെന്താണ് തെറ്റ്? നിങ്ങൾ തന്നെ പറ. വെറുതെ തോന്നിവാസം പറയാൻ നിൽക്കരുത് കേട്ടോ. അല്ലെ സജനത്താത്ത? നമുക്ക് മനസ്സിലാവും സജനത്താത്തന്റെ ഇമോഷൻസ് എന്താണെന്നുള്ളത്. സാരില്ല, പോട്ടെ. സജനത്താത്ത ബാക്കി പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നല്ലൊരു ബോണ്ടിങ് ആയി, നല്ലൊരു തിക് ഫ്രണ്ട്സ് ആയി, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെല്ലാം സംസാരിക്കാനായി. ഇപ്പോഴും ആ ബന്ധത്തിന് എന്ത് വിലയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും പുള്ളി എന്താണെന്ന് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാമുകനാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനാണോ, അല്ലെങ്കിൽ ഒരു വാപ്പാണോ, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയാൾ എൻ്റെ ദൈവമാണോ എന്ന് എനിക്കും അറിയത്തില്ല. അത്രയും എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും നോക്കി എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അത്രയും സിറ്റുവേഷനിൽ നിന്ന് എന്നെ കൈപിടിച്ചു വന്ന ഒരു വലിയൊരു മനുഷ്യനാണ്. പിന്നെ കരിപ്പിക്കരുത്താത്ത, അല്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സ് പൊട്ടി നിൽക്കാണ്. അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഇമോഷണൽ സ്റ്റോറി എടുത്തിട്ട് കരിപ്പിക്കല്ലേ, വയ്യ കരിയാന്. അതുകൊണ്ടാണ് ഇതൊരു കഷ്ടമെടുത്ത് നോക്കി. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് എനിക്ക് വീണ്ടും മമ്മൂട്ടിയുടെ ആ ഡയലോഗ് തന്നെയാണ് ഓർമ്മ വരുന്നത്. എന്റെ ഭാര്യയാണ് മെസ്സി, എന്റെ സഹോദരിയാണ് മെസ്സി, എന്റെ അമ്മയാണ് മെസ്സി എന്നുള്ള ഡയലോഗ് തന്നെ. സിമിലർ ടൈപ്പിലാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നതില്ലേ. സംഭവമൊക്കെ ശരി തന്നെ, നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പൊക്കെ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ടാകും എന്ന് കരുതി പുള്ളിക്കാരൻ ഒരു ഭാര്യയും കുട്ടികളൊക്കെ ഉള്ളതാണ്. അതുപോലും ചിന്തിക്കാതെയാണ് നിങ്ങൾ പുള്ളിക്കാരുമായി അവേദത്തിന് പോയേക്കുന്നത്. അതിനൊരു നായകനും നിരത്തിട്ട് കാര്യമില്ല മുത്തേ. ഒന്നും വേണ്ട. നിങ്ങൾ നായികക്ക് 40 വട്ടം എപ്പോഴും പറയുന്നൊരു കാര്യം ഉണ്ടല്ലോ, എന്റെ കുഞ്ഞ്, എന്റെ മക്കള്, എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കരുതെന്നൊക്കെ. എവിടെ പോയാലും നിങ്ങൾ കുഞ്ഞിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒന്നും വേണ്ട. ഫിറോസ് ഖാനെതിരെ നിങ്ങൾ എപ്പോൾ സംസാരിക്കുമ്പോഴും ഫിറോസ് ഖാനെതിരെ നിങ്ങൾ എടുത്തിരുന്ന ആയുധം തന്നെ നിങ്ങളുടെ കുഞ്ഞാണ് അല്ലേ. എവിടെയൊക്കെ നിങ്ങൾ ഫിറോസ് ഖാനെതിരെ സംസാരിക്കുന്നുണ്ടോ അവിടെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ എടുത്തിടാറുണ്ട്. അതേ നിങ്ങൾ തന്നെ മറ്റൊരു കുഞ്ഞും ഭാര്യയുമുള്ള ഒരുത്തരുമായ അവിഹിതത്തിന് പോയേക്കുന്നു, എന്നിട്ട് അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നു. നിങ്ങൾ ചെയ്യുന്ന പരിപാടിക്ക് എന്ത് മാന്യതയാണുള്ളത് അല്ലെ? അറിയാൻ മേലത്തോണ്ട് ചോദിക്കാം. വല്ലാണ്ട് അങ്ങ് ഗ്ലോറിഫൈ ചെയ്യില്ല കേട്ടോ. എന്തായാലും ഈ കരച്ചിൽ നാടകത്തിന് ശേഷം മറ്റു ചില കാര്യങ്ങളും കൂടി സജന പറയുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാണെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ, സജനയും റസൂൽ പൂക്കുട്ടിയും സംസാരിക്കുന്ന വോയിസ് റെക്കോർഡ് ഫിറോസ് ഖാൻ ചോർത്തി കൊടുത്തത് ദിയാസേനയാണെന്നുള്ളത് ആ പറഞ്ഞത് പലരും കണ്ടു കാണും. അപ്പൊ അങ്ങനെ ദിയാസേന ഫിറോസ് ഖാന് ചോർത്തി കൊടുക്കാനുണ്ടായ കാരണത്തെ കുറിച്ച് ഈ പറയുന്ന സജന പറയുന്നുണ്ട്. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെയാണ് സജന ഇവിടെ ദിയാസേനക്കെതിരെ ഉന്നയിക്കുന്നത്. നമുക്ക് എന്തായാലും ഇവിടെ സജന പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുനോക്കാം.
ദിയാസനയാണെങ്കിലും ദിയാസനയ്ക്ക് നമ്മൾ ഈ എൻ്റെ വോയിസ് റെക്കോർഡ് ഇപ്പം എനിക്ക് ചേട്ടനൊരു വോയിസ് റെക്കോർഡ് ഇട്ട് അത് ഞാൻ മറ്റൊരാൾക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ ചേട്ടൻ്റെ അടുത്ത് എന്തെങ്കിലും എനിക്ക് റിവെഞ്ച് മൈൻഡ് ഉണ്ടായിരിക്കും. ഉണ്ടാവാതെ എന്തായാലും ഒരിക്കലും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിയാസന എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ വീട്ടിൽ വന്നിട്ട് കുറച്ച് ഫ്രണ്ട്സ് എല്ലാം ആയിട്ട് വന്നിട്ട് ബിഗ് ബോസ് കുറച്ച് ടീമുകളുമായിട്ട് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ വന്നിരിക്കാന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൽ വന്നു. കാരണം എൻ്റെ അറ്റ്മോസ്ഫിയർ ഭയങ്കര രസമാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ട്രിവാൻഡ്രത്ത് ഒരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ശാസ്ത്രമംഗലത്ത് ഒരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു വർക്കിൻ്റെ ഒരു ആവശ്യത്തിന്. കാരണം ഷൂട്ടിന് പോകണം വരണം. അതുപോലെ തന്നെ എനിക്ക് അവിടെ ഒരു ബൊട്ടിക്ക് തുടങ്ങാനുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. അതിന് വേണ്ടി എടുത്തിട്ട് അവിടെ നല്ല അറ്റ്മോസ്ഫിയർ ഒക്കെ. അപ്പം നമ്മൾ ഇവരൊക്കെ വന്നപ്പോഴത്തേക്ക് ബിഗ് ബോസ് ടീം വന്നപ്പോഴത്തേക്ക് ദിയാറിനോട് ഇവരെ നമുക്ക് എല്ലാവർക്കും കൂടെ കറങ്ങാൻ പോകാന്നെല്ലാം പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും കൂടെ പോയി പുറത്തൊക്കെ ഫുഡൊക്കെ കഴിച്ചു. തിരിച്ച് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് സജിനയുടെ വീട്ടിൽ പോയി ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പം ശരി എന്ന് പറഞ്ഞ് സ്വാഭാവികമായിട്ട് വന്നിരിക്കുന്ന നല്ല രസമാണെന്നൊക്കെ 4-5 പേരുണ്ടായിരുന്നു. അത് എല്ലാവരും അറിയാവുന്നവരാണ് ബിഗ് ബോസിലുള്ള. അതിനകത്ത് ഒരാൾ മാത്രം ദിയയുടെ ഒരു കൂടെ നടക്കുന്ന ഒരു പയ്യൻ. അതും പറയേണ്ട അവരൊന്നും ഞാൻ പിടിച്ചിടുന്നില്ല ഇതിനകത്ത്. ബാക്കിയെല്ലാം ബിഗ് ബോസിലൊരു ടീമായിരുന്നു. വന്നു ഇവരെല്ലാവരും നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം എ സി റൂം എവിടെയാന്ന് പറഞ്ഞാൽ നമ്മൾ എ സി റൂമിലോട്ട് കയറുന്നു. ദിയാസന ഒരു കവർ എടുക്കുന്നു, പൊടിക്കുന്നു, കുറേ സാധനങ്ങൾ ചെയ്യുന്നു. അപ്പം തന്നെ ഞാനങ്ങ് ഡെസ്പായി. സത്യം പറഞ്ഞാൽ ഞാൻ MDM ആയിരുന്നു എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് റീസെൻ്റിൽ ഒരു 5 മാസം പോലും 4 മാസം പോലും ആയിട്ടില്ല. ഇതപ്പം റീസെൻ്റിൽ നടന്നതാണ്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ മുന്നെയാണ്. എടുത്തിട്ട് പൊടിച്ചിട്ട് പുള്ളിക്കാരി എടുത്തിട്ട് ചെയ്യാൻ പോകുന്നു. അപ്പം തന്നെ എൻ്റെ മുഖമൊക്കെ അങ്ങ് മാറി. മുഖമൊക്കെ എൻ്റെ അടുത്ത് ഇവർ ചോദിക്കുന്നുണ്ട് കുട്ടികളൊക്കെ വീട്ടിലില്ല. ഇല്ല ആ സമയത്ത് ഞാൻ എൻ്റെ ഷൂട്ടിന് വേണ്ടി മാത്രം എടുത്തിട്ടുള്ള സാധനങ്ങളാണ്. ഇല്ല ഞാൻ ആ സമയത്ത് ഒറ്റയ്ക്കേ ഉള്ളൂ. ഷൂട്ടിന് പോകുമ്പോൾ ഞാൻ അവിടെ നിൽക്കും. തിരിച്ച് ഞാൻ ഷൂട്ട് കഴിയുമ്പോൾ ഞാൻ നേരെ അങ്ങ് പോകും. കാരണം ഹോട്ടൽ റൂമിന് കാരണം എനിക്ക് ഇവർ പൈസ തരുന്നുണ്ട്. ഹോട്ടൽ റൂമിന് പകരം എനിക്ക് റൂമിന്. പിന്നെ ഇവിടെ എടുത്തിട്ടിരിക്കുന്നത് എൻ്റെ ഒരു ബൊട്ടിക്കിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. അപ്പം ഈ ഷൂട്ടിന് മാത്രമേ ഞാൻ അവിടെ നിൽക്കുള്ളൂ. റൂം മാത്രമേ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ആ റൂം താമസിക്കാൻ വേണ്ടിയിട്ട്. ഈ ഹോട്ടൽ റൂമിൽ നിൽക്കുമ്പോൾ എനിക്ക് ബാത്റൂമിലൊക്കെ പോകാൻ ഭയങ്കര കുറച്ച് പ്രശ്നം. ഹോട്ടൽ ബാത്റൂമിലൊക്കെ പോകാൻ കുറച്ച് പേടിയുള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു പ്രൈവറ്റ് നമുക്കൊരു ഇതിന് വേണ്ടിയിട്ട് എടുത്തിടും. അന്നേരം അവർ അതിൻ്റെ പൈസയും പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പർപ്പസും ഉണ്ടല്ലോ. അങ്ങനെ ഈ സാധനം വന്നിട്ട് ചേട്ടാ അവിടെ വന്ന് എൻ്റെ അടുത്ത് വന്ന് പുള്ളിക്കാരി ഈ സാധനങ്ങൾ ചെയ്യുക. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഇറങ്ങി പോകുമെന്ന് പറയാനും പറ്റുന്നില്ല. എനിക്കറിഞ്ഞൂടെ നോ പറയേണ്ട സ്ഥാനത്ത് നമ്മൾ നോ പറയണമെന്ന് പറയുന്നത് സത്യമാണ്. ഞാൻ വല്ലാത്ത ഘട്ടത്തിൽ നിൽക്കും. അപ്പോൾ ഇവരെൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ സജിന എന്ത് മുഖമൊക്കെ മാറുന്നത്. ഞാൻ പറഞ്ഞില്ല ചെറിയൊരു പ്രശ്നം നടക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഇക്കായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ നടക്കുകയെന്നാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ആർക്കും ഞാൻ പറഞ്ഞിട്ടില്ല കാര്യങ്ങൾ. എനിക്ക് പേടിയാണ്. കാരണം വലിയൊരു സാധനം കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഫോൺ വിളിക്കുന്നതിൻ്റെ പേരും പറഞ്ഞ് വെളിയിൽ ഇറങ്ങും. ഇവരെങ്ങനെയെങ്കിലും എനിക്ക് പറഞ്ഞു വിട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ ഉടനെ ദിയ എൻ്റെ അടുത്തൊന്ന് പറയുന്നത് സജിന അവരുമായിട്ട് പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് നീ രണ്ടെന്ന് കുറച്ച് നിങ്ങൾ എടുത്ത് തിന്ന് അങ്ങനെ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ദിയ നീ എന്തോ പറഞ്ഞു. ഇപ്പം ഒരു വൈൻ കുടിക്കുന്നതാണോ ഒരു ബീർ കുടിക്കുന്നതാണോ അല്ല ഇത് ഭയങ്കര സമയം. എന്നെ ദയവ് ചെയ്ത് നിർബന്ധിക്കരുത് പ്ലീസ് ദിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്തോണ്ട് ചെവി വെച്ചോണ്ട് ഞാനങ്ങ് ഇറങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി. ഇവർ പിന്നെ ടെറസിൻ്റെ മേളിൽ കയറി. അവിടെയും ഞാനൊരു പെട്ടെന്ന് ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ കയറി പോകുന്നതും. എനിക്കത് ഒട്ടും ഓക്കെ ആവുന്നില്ല എന്ന് ഇവർക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ പയ്യെ ദിയ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും പോയി കഴിഞ്ഞ് കുറച്ച് നാൾ എൻ്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് വിളിക്കാനും പോയിട്ടില്ല. കാരണം എനിക്കതൊരു പേടി സ്വപ്നം പോലെയായിരുന്നു. കാരണം ഇനി എന്തെങ്കിലും വന്നാൽ എൻ്റെ തലയിലോട്ടാവത്തില്ലേ. ഇതിനുശേഷം വീണ്ടും വന്നു അല്ല അതിനുശേഷം പുള്ളിക്കാരിക്ക് എൻ്റെ അടുത്ത് റിവെഞ്ച് വരാൻ കാരണം ഇതാണ്. എൻ്റെ അടുത്ത് അതിനുശേഷം പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സജിന ഞങ്ങൾ അങ്ങോട്ട് ഒരു ദിവസം വരാൻ വേണ്ടി നിൽക്കുക. ഞങ്ങൾ കുറച്ച് പേരുണ്ട്. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടെ അങ്ങോട്ട് വരാം. ഞാൻ പറഞ്ഞു ദിയ ഈ വീട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ നിൽക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ ആ ദേശത്തിൽ ഈ പറഞ്ഞ ദിയാസന വോയിസ് റെക്കോർഡ് നേരെ ഫിറോസ് ഖാന് ചോർത്തി കൊടുത്തു എന്നാണ് അവിടെ സജിന പറയുന്നത്. അല്ലെ ഈ പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ടെന്നൊന്നും അറിയില്ല. പക്ഷെ അവിടെ സജിന പറഞ്ഞത് സത്യമാണ് എങ്കിൽ അതിന് ദിയാസന എന്തായാലും മറുപടി പറയണം. കാരണം ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അവിടെ ദിയാസനക്കെതിരെ സജിന ഉന്നയിച്ചിരിക്കുന്നത്. ഒരാളുടെ ഫ്ലാറ്റിൽ കയറി ചെന്ന് മാരകമായിട്ടുള്ള MDMA പോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പിടിച്ചകത്തിടേണ്ട കേസാണ് അതൊക്കെ. പക്ഷെ എന്റെ ചോദ്യം അതല്ലേ, ഇങ്ങനെയൊക്കെ ദിയാസനയും കൂട്ടരും നിങ്ങളുടെ ഫ്ലാറ്റിൽ വെച്ച് MDMA ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അതിന്റെ ഫൂട്ടേജ് ക്ലിപ്പ് എടുത്ത് വെച്ചില്ല? ചിലപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് അങ്ങനെ എടുക്കാൻ തോന്നിയിട്ടില്ലായിരിക്കാം അല്ലേ. എന്തായാലും അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് നല്ലൊരു തെളിവായി മാറിയേനെ. എന്തായാലും സജന പറഞ്ഞത് സത്യമാണോ കള്ളമാണോ എന്നുള്ള കാര്യം ദിയാസന തന്നെ മറുപടി പറയട്ടെ അല്ലേ. നമുക്ക് അതിനു വേണ്ടി കാത്തിരിക്കാം. എന്തായാലും അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ പറയുന്ന ഫിറോസ് ഖാൻ 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായി റിലേഷൻഷിപ്പിന് പോവുകയും അവളെ യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു അലിഗേഷൻ സജന ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അതിനെക്കുറിച്ച് സജന പറയുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ആ പെൺകുട്ടി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സജനയെ ബന്ധപ്പെടുകയും ഫിറോസുമായി നടന്ന കാര്യങ്ങളെല്ലാം സജനയോട് പറയുകയും അങ്ങനെ സജനയും ഈ പെൺകുട്ടിയും കൂടി നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഫിറോസ് ഖാനെതിരെ പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് സജന തന്റെ യൂട്യൂബ് ചാനലിൽ വന്ന് ഫിറോസ് ഖാനെതിരെ ഒരു 45 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ അതിനെല്ലാം പിന്നാലെ ഫിറോസ് ഖാൻ സജനെ വിളിക്കുന്ന ഒരു വോയിസ് റെക്കോർഡ് സജന കേൾപ്പിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും അത് കേട്ടോക്കാം. ഹലോ കാരണം മറ്റേ ഇതില്ലേ 17
അതൊന്നും വന്നിട്ട് ഊമക്കത്ത എന്തെങ്കിലും കൊടുക്കണം. എനിക്ക് ഞാൻ എടുത്തപ്പം ഫിറോസ് അത് ഞാൻ ഇപ്പൊ എനിക്ക് കേസ് നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് എനിക്ക് അത് കയറി അങ്ങനെ പറയാൻ പറ്റത്തില്ല. ചെയ്യും ഞാൻ എനിക്ക് ഒരു മാർഗ്ഗമില്ല. എന്റെ കരിയർ എല്ലാം നശിച്ചു. ഞാൻ ഇനി ചെയ്യാൻ പോവാണ്. സീരിയസ് ഞാൻ പറയാം. ഫിറോസ് ഇതൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാക്കിയോടായിരുന്നോ? ഇത്രയും നിന്നെ ഹെൽപ്പ് ചെയ്തില്ല. എന്ത് ഹെൽപ്പ് ചെയ്തു? എന്നെ എത്രയും നശിപ്പിച്ചിട്ട് ഹെൽപ്പ് ചെയ്തതല്ലേ ഫിറോസ്? ഞാൻ എന്നിട്ടും എന്റെ മനസാക്ഷിക്കാണ് ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കത് വീഡിയോ ചെയ്യാൻ എനിക്ക് വയ്യ ഫിറോസ്. ഞാൻ കേസ് വേണമെങ്കിൽ ഞാൻ അത് ചെയ്തു തരാം. കേസ് ഞാൻ ചെയ്യാം. ഇപ്പൊ ഞാൻ നാണം കെട്ടത് പോലെ തന്നെയാണ് ഫിറോസ് നാണം കെട്ടുന്നത്. പിന്നെ കേസ് ആയാലാണ് ഈ പറഞ്ഞ കണക്ക് ഈ സാധനങ്ങളെല്ലാം വെളിയിൽ പോകുന്നത്. ഞങ്ങള് നാണം കെട്ടില്ലേ എല്ലാരും? അത് മാത്രം നീ ഇല്ല ഫിറോസ് കാക്ക് എന്നെ അറിയത്തില്ലായിരുന്നോ? ഫിറോസ് കാക്ക് എന്നെ അറിയത്തുള്ളൂ. ഞാൻ അവിടെ പോയി ആ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അല്ലല്ല അങ്ങനെ എന്നെ കുറിച്ച് പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് മനസ്സിലായി പൊട്ടരാണോ. ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്ത മൂന്നാമതൊരാൾ കാരണമല്ല എന്ന് പറഞ്ഞു ഞാൻ ഇടുന്നുണ്ട്. ആ സമയത്ത് ഫിറോസ് അവിടെ കിടന്ന് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് മെസ്സേജ് ഞാൻ കാണിച്ചു തരാം. ആ സമയത്ത് എന്തൊക്കെയാണ് അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. മെസ്സേജ് വരുമോ വരാതിരിക്കുമോ അത് എനിക്കുണ്ടായ പ്രഷർ അന്നേരം ഞാൻ ആ 3-4 ദിവസം, നിങ്ങൾ ഒരു ദിവസം ഏറി കയറിയിട്ടുള്ളൂ, പക്ഷെ ഞങ്ങള് 3-4 ദിവസം കൊണ്ട് ഏറി കയറി ആൾക്കാർ മൊത്തം ഞാൻ ചെയ്യാൻ പോകുന്നത്. കാരണം ഞാൻ മരിക്കാൻ പോവുകയാണ്. കാരണം എനിക്ക് ഫിറോസ് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഉപ്പ് തിന്നുവൻ വെള്ളം കുടിക്കും. ഇപ്പൊ ഞാനായാലും ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ അനുഭവിക്കുമായിരിക്കും. അത് ഞാൻ ഇപ്പൊ എന്നെ കൊണ്ട് കഴിയാവുന്നത് കേസ് ഞാൻ അതിന് ആ രീതി ചെയ്യാം. എനിക്കിതുകൊണ്ടൊന്നും അവിടെ ഇതാണെന്ന് പറയുമ്പം ബാക്കിയുള്ളവർ അതിന്റെ തെളിവെടുത്തിട്ട് ലാസ്റ്റ് അതിനകത്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, ലാസ്റ്റ് അത് പ്രശ്നമാവും. ഞാൻ പറയുന്നുണ്ടല്ലോ ഇതുപോലെ സായി ഇപ്പൊ എല്ലാരും നിനക്ക് പറ്റുമെന്ന് ചെയ്യും. കാരണം അല്ലെങ്കിൽ എന്റെ അവസ്ഥ നിനക്ക് അറിയില്ല. ചിലപ്പോൾ കേൾക്കുന്ന വേറെ ഞാൻ മരിച്ചെന്നുണ്ടായിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇതിനെ ഇളക്കാൻ വേണ്ടി പോയി ഇനി ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ ഇത് ഫോക്കസ് ചെയ്യും. ഇത് ഇങ്ങനെ അങ്ങ് പോയി. ഇപ്പൊ ഞാൻ പറഞ്ഞോട്ടെ, ഇതിപ്പം കേസാന്ന് പറയാതെ ഈ കേസ് കൊടുക്കുമ്പോ കേസ് ഇൻവാലിഡ് ആകുമ്പോൾ ഈ ചാനലുകാർക്ക് ഒന്നും ഇടാൻ പറ്റത്തില്ല. കാരണം ഇതിന് മൊഴി കൊടുക്കുന്നവരെ ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മൊഴി കൊടുത്തു കഴിഞ്ഞാലാണ് ഈ പ്രശ്നം വരുന്നത്. നാളെ ഒരു കാലത്ത് ഞാൻ വീണ്ടും തോന്നുന്ന പ്രശ്നമൊക്കെ ആണെങ്കിലാണ് ഇത് പ്രശ്നമാവുന്നത്. ഇത് എത്ര നാൾ കഴിഞ്ഞാലും ഈ പ്രശ്നം തന്നെയാണ്. അപ്പം അത് ആ സാധനം നമ്മൾ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ഇല്ലാന്ന് പറയുമ്പോൾ അത് ഫോക്കസ് ആക്കുക. പിന്നെ ആൾക്കാർ പറയും ഇപ്പൊ തന്നെ ഇന്നലെ വീഡിയോ നമ്മൾ രണ്ടുപേരും ഡിലീറ്റ് ചെയ്തപ്പോൾ ആൾക്കാർ പറയുന്നത് ഫിറോസ് പേടിച്ചിട്ടാണെന്ന് വരെ പറയുന്നുണ്ട്. ഫിറോസ് മണ്ടത്തരം കാണിക്കാതെ ഇപ്പൊ ഈ 2 ദിവസം കഴിയുമ്പോൾ മറ്റേ ഇതുണ്ടല്ലോ മറ്റേ എന്താ എന്റെ പേര് പാർട്ടി ബേസ് സാധനങ്ങളെല്ലാം വരുമ്പോഴത്തേക്ക് ഇതങ്ങ് പോകും. നിങ്ങളെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയും ഇത് അവർക്ക് ഒരു ഊമക്കത്ത് വന്നതാണ്, അത് വേണമെങ്കിൽ അവളെ വിളിച്ച് ചോദിക്കൂ എന്ന് പറഞ്ഞ് നിങ്ങൾ സറൗണ്ടിൽ നിൽക്കുന്ന ആൾക്കാർ പറയും. ഇനി ഞാൻ എടുത്ത് ഈ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ വിചാരിക്കും ഇത് ഇപ്പൊ അവളെ ഭീഷണിപ്പെടുത്തി ഇതാക്കാൻ വേണ്ടി അവനെ സേവ് ചെയ്യാൻ നിൽക്കുവാണെന്നേ ആൾക്കാർ പറയത്തുള്ളൂ. എത്രയും പറഞ്ഞാലും അത് പറയത്തുള്ളൂ. വീണ്ടും നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, കുറച്ച് ദിവസത്തേക്ക് യൂട്യൂബ് ഫിറോസ് ഞാൻ ഒരു കാര്യം പറയട്ടെ, കുറച്ച് ദിവസത്തേക്ക് ഞാനും ഈ സിറ്റുവേഷനിലാണ് ഇന്നലെ ഞാൻ നിന്നത്. ഞാനും ഉമ്മയും പിള്ളേരും ശരിയാന്ന് പറഞ്ഞു നിന്നത്. ഞങ്ങളും അത് തന്നെയാണ് നിന്നത്. ആ സിറ്റുവേഷൻ തന്നെയാണ് ഞങ്ങൾ നിന്നത്. ഞാനും അനുഭവിച്ചു. ഞാൻ ഇത് ഒരിക്കലും കളയുന്നതിനും എനിക്കിത് പറയുന്നതിനും ഒരു കുഴപ്പമില്ല. പക്ഷെ മണ്ടത്തരം കാണിക്കരുതെന്ന് ഞാൻ പറയുന്നത്. വേറെ ആർക്കെങ്കിലും ചോദിച്ചോ, ഇത് ഞാൻ വീണ്ടും എടുത്ത് ഇങ്ങനെയാണ് ഇതെന്ന് പറയുമ്പോൾ ഒരു വീഡിയോ ചെല്ലുക വീണ്ടും ഇതൊരു ഊമക്കത്തായിരുന്നു, ആ സാധനം ഇൻവാൽവഡ് ആയിരുന്നു എന്നുള്ള സാധനം ഞാൻ പറഞ്ഞു. ഇത് ആരെങ്കിലും കുത്തിപ്പൊക്കി ആ സാധനം അങ്ങനെയാണെന്ന് പറഞ്ഞ് വീണ്ടും അത് കുത്തിപ്പൊക്കാൻ പറ്റില്ല. അത് നീ അല്ലാതെ ലോകത്ത് ആർക്കും കുത്തിപ്പൊക്കാൻ പറ്റില്ല. മനസ്സിലാക്കിക്കോ. ഇത് ഇതേക്കറിയാം. ഓക്കെ, ഇതാണ് അവരുടെ ഫോൺ സംഭാഷണം. എനിക്ക് തോന്നുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു ഫിറോസ് ഖാനെതിരെ സംസാരിച്ച ആ 45 മിനിറ്റ് വീഡിയോ സജിന തന്റെ അക്കൗണ്ടിൽ നിന്ന് റിമൂവ് ചെയ്തത്. എന്തായാലും ഇവരുടെ സംഭാഷണം കേട്ടെടുത്തോളം ഫിറോസ് ഖാൻ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഫിറോസ് പെടും എന്തായാലും ഇതിനുള്ള മറുപടി ഫിറോസ് തന്നെ പറയട്ടെ, അല്ലേ? എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരൻ്റെ ഒരു അക്ഷരവും ഇതുമായി ബന്ധപ്പെട്ട് മിണ്ടാൻ പോകുന്നില്ല. മിണ്ടിയ പുള്ളിക്കാരൻ തന്നെയാണ് വീനായിട്ട് മാറുക. എന്തായാലും നിലവിൽ പ്രായപൂർത്തിയാകാത്ത ഈ പെൺകുട്ടി ഫിറോസ് ഖാനെതിരെയുള്ള കേസ് പിൻവലിച്ചു കേട്ടോ. പക്ഷെ താൻ വെറുതെ വിടാൻ പോണില്ല എന്നുള്ളതാണ് സജന്റെ നിലപാട്. ആ കേസ് എങ്ങനെയും കുത്തിപ്പൊക്കി ഫിറോസ് ഖാനെ ജയിലിലാക്കുമെന്നും പറഞ്ഞ് നടക്കുകയാണ് സജന. എന്തോ ആയിക്കോട്ടെ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നല്ല രസമുണ്ടല്ലേ സജനയുടെ മേഖല കാണാൻ. ഇവിടെ സജനക്കെതിരെ ഒരുപാട് തെളിവുകൾ നിരത്തി ഫിറോസ് ഖാൻ സംസാരിച്ചെങ്കിലും തിരിച്ച് ഫിറോസ് ഖാനെതിരെ ഒരൊറ്റ കാര്യത്തിലുള്ള തെളിവ് നിരത്താൻ മാത്രമേ സജനക്ക് സാധിച്ചിട്ടുള്ളൂ. 17 വയസ്സായ പെൺകുട്ടിയുടെ കാര്യം. ബാക്കി ഒരുപാട് ആരോപണങ്ങൾ ഫിറോസ് ഖാനെതിരെ സജന ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു കാര്യത്തിൽ പോലും പുള്ളിക്കാർക്ക് തെളിവ് ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും കണ്ട് തന്നെ അറിയാം എന്താകും ഏതാവും എന്നൊക്കെ ഉള്ളത്. ഇത് ഇവിടൊക്കെ കൊണ്ട് അവസാനിച്ചാൽ മതിയായിരുന്നു. അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ അത് ദിയാസനയുടെ പേര് ഇവിടെ എടുത്തിട്ടത് കാരണം ഇനിയിപ്പോ ദിയാസൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആൻമരിയ എന്ന് പറയുന്ന വേറൊരു യുവതിയുടെ പേരും എടുത്തിടുന്നുണ്ട്. അവളും എന്തായാലും ചിലപ്പോൾ പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. അവര് പ്രതികരിച്ച് രംഗത്ത് വന്നു കഴിഞ്ഞാണെങ്കിൽ ഇത് വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോകാനാണ് സാധ്യത. ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നുള്ളത് കണ്ടു തന്നെ അറിയാം. എന്താണെന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.